ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് LGS പരീക്ഷയ്ക്ക് ആവശ്യമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്ററുകളുടെ സീരീസാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തു, ജനങ്ങളാൽ എന്ന പാഠഭാഗമാണ് എടുത്തത്. അത് കാണാത്തവർ വേഗം പോയി കാണണം. അപ്പം നമ്മൾക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. നിയമവും സമൂഹവും എന്ന പാഠഭാഗമാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. PSC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്റർ 11, നിയമവും സമൂഹവും. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമമെന്ന് പറയുന്നത്. എന്താണ് നിയമം? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറയുന്നത്. നിയമത്തിൻ്റെ ചരിത്രത്തിന് BCE 3000 വരെ പഴക്കമുണ്ട്. നിയമത്തിൻ്റെ ചരിത്രത്തിന് BCE 3000 വരെ പഴക്കമുണ്ട്. ലോകത്തിലെ ആദ്യ നിയമസംഹിത ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്തിലെ ആദ്യ നിയമസംഹിത ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിത, BCE 1760. അപ്പം ഇത് ഒരു PYQ ആണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യണം. ലോകത്തിലെ ആദ്യ നിയമസംഹിത ആരുടെയാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിത. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ നിയമദാതാവ് ആരാണ്? ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബി. ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ശിലയാണ് നിയമം. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ളതാണ് നിയമങ്ങളെന്ന് പറയുന്നത്. അടുത്തത്, നിയമങ്ങൾ വ്യക്തിഗത അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു സംരക്ഷണ കവചമായി നിലകൊള്ളുന്നു. നിയമങ്ങൾ വ്യക്തിഗത അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു സംരക്ഷണ കവചമായി നിലകൊള്ളുന്നു. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത്. നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. എന്താണ് സാമൂഹിക വഴക്കങ്ങൾ? സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയിലൂടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങളെന്ന് പറയുന്നത്, സോഷ്യൽ നോംസ്. അടുത്തത്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഗവൺമെൻറ് നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പം നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? നിയമനിർമ്മാണ സഭകൾ വഴിയാണ്. നിയമനിർമ്മാണ സഭകൾ വഴിയാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. അടുത്തത്, ഗവൺമെൻറ് മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഗവൺമെൻറ് മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. രാജ്യത്തിന് മുഴുവനായി ബാധകമാകുന്ന നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിലും സംസ്ഥാനത്തിൻ്റെ
അധികാര പരിധിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സംസ്ഥാന നിയമസഭകളിലുമാണ് നിർമ്മിക്കപ്പെടുന്നത്. രാജ്യത്തിന് മുഴുവനായി ബാധകമാകുന്ന നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും രാജ്യത്തിന് മുഴുവനായി ബാധകമാകുന്ന നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സംസ്ഥാന നിയമസഭകളിലുമാണ് നിർമ്മിക്കപ്പെടുന്നത്. എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? രാഷ്ട്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. എന്തൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. ഇവയൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകൾ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. ഒരു ക്വിക്കായിട്ടുള്ള ഇൻഫർമേഷനാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ജയ്ക്കർ കമ്മിറ്റി. ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ജയ്ക്കർ കമ്മിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. അടുത്ത് നോക്കിയേ, വിവരസാങ്കേതിക വിദ്യാ നിയമം എന്നാണ്? 2000. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. ഏത് നിയമം? വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അടുത്തത്, നിയമവും സൈബർ ലോകവും. ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമം ഏതാണ്? വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഒരു ക്വിക്ക് ഇൻഫർമേഷനാണ്. സൈബർ നിയമം പാസ്സാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. സൈബർ നിയമം പാസ്സാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ. അടുത്തത്, സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ്? ഇന്ത്യ. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഇന്ത്യ. ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ദക്ഷിണേന്ത്യൻ രാജ്യം ഇന്ത്യ. അടുത്തത്, സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. അടുത്തത്, IT ആക്ട് 2000 ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 2009 IT ആക്ട് 2000 ഭേദഗതി ചെയ്ത വർഷം. 2009 ഒക്ടോബർ 27 IT ആക്ട് 2000 ഭേദഗതി ചെയ്ത വർഷം. IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. IT ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി. ഇതൊക്കെ PSCയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, PYQs ആണ്. അപ്പം വിട്ടുപോകാതെ എല്ലാവരും നോട്ട് ചെയ്യണം. അടുത്തത്, IT ആക്ട്. കുറച്ച് സെക്ഷൻസ് ആണ്, നമുക്ക് നോക്കാം. സെക്ഷൻ 66F സൈബർ ടെററിസം തടയുന്നത് സംബന്ധിച്ച വകുപ്പാണ് സെക്ഷൻ 66. സൈബർ ടെററിസം. സെക്ഷൻ 66F സൈബർ ടെററിസം. സെക്ഷൻ 67 ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം. ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമാണ് സെക്ഷൻ 67. 3 വർഷം തടവ്, 5 ലക്ഷം രൂപ പിഴ. 3 വർഷം തടവ്, 5 ലക്ഷം രൂപ പിഴ. സെക്ഷൻ 67 ശിക്ഷയാണ് 3 വർഷം തടവ്, 5 ലക്ഷം രൂപ പിഴ. സെക്ഷൻ 67A ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംപ്രേഷണമോ ചെയ്താൽ. ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംപ്രേഷണമോ ചെയ്താൽ 5 വർഷം തടവ്, 10 ലക്ഷം രൂപ പിഴ. 5 വർഷം തടവ്, 10 ലക്ഷം രൂപ പിഴ. സെക്ഷൻ 67A. ഇനി അടുത്തത് സെക്ഷൻ 67B എന്താണ്? അശ്ലീല ദൃശ്യങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കൽ അല്ലെങ്കിൽ പ്രേരിപ്പിക്കൽ. അശ്ലീല ദൃശ്യങ്ങളുടെ നിർമ്മാണം അഥവാ പ്രസിദ്ധീകരിക്കൽ അഥവാ പ്രേരിപ്പിക്കൽ. സെക്ഷൻ 67B. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തൽ,
ഓൺലൈനിലൂടെ പ്രദർശിപ്പിക്കൽ. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തൽ ഓൺലൈനിലൂടെ പ്രദർശിപ്പിക്കൽ. അതിന് 5 വർഷം തടവ് 10 ലക്ഷം രൂപ പിഴ. 5 വർഷം തടവ് 10 ലക്ഷം രൂപ പിഴ. കുറ്റകൃത്യം ആവർത്തിച്ചാൽ 7 വർഷം തടവ് 10 ലക്ഷം രൂപ പിഴ. കുറ്റകൃത്യം ആവർത്തിച്ചാൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് 67B ശിക്ഷ. അടുത്തത് വനസംരക്ഷണ നിയമം എന്നാണ്? 1980. വനസംരക്ഷണ നിയമം 1980. നിയമങ്ങളുടെ വർഷങ്ങളൊക്കെ നമുക്ക് ചേരുംപടിയായിട്ട് ചേർക്കാനായിട്ടൊക്കെ ചോദിക്കും. അതുകൊണ്ട് വർഷങ്ങളെല്ലാവരും ഓർത്തിരിക്കണം. വനസംരക്ഷണ നിയമം 1980. റിസർവ് വനം അങ്ങനെയല്ലാതാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം. ഈ നിയമം അനുസരിച്ച് റിസർവ് വനം അങ്ങനെയല്ലാതാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം. അടുത്തത് സേവനാവകാശ നിയമം 2012. സേവനാവകാശ നിയമം 2012. വനസംരക്ഷണ നിയമം എന്നാണ്? 1980. സേവനാവകാശ നിയമം 2012. ഈ നിയമത്തിലൂടെ സേവനം പൗരരുടെ അവകാശമായി മാറി. ഫലപ്രദവും സമയബന്ധിതവുമായ സേവനം ഈ നിയമം പൗരർക്ക് ഉറപ്പു നൽകുന്നു. സേവനാവകാശ നിയമം 2012. ഈ നിയമത്തിലൂടെ സേവനം പൗരരുടെ അവകാശമായി മാറി. ഫലപ്രദവും സമയബന്ധിതവുമായ സേവനം ഈ നിയമം പൗരർക്ക് ഉറപ്പു നൽകുന്നു. അടുത്തത് ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഈ നിയമം അനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷ അലവൻസിലുള്ള വ്യവസ്ഥയുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഈ നിയമം അനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷ അലവൻസിലുള്ള വ്യവസ്ഥയുണ്ട്. അടുത്തത് കുട്ടികളുടെ അവകാശങ്ങൾ. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷയെ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് അവ. കുട്ടികളുടെ അവകാശങ്ങൾ. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ഓരോ കുട്ടിയുടെയും സുരക്ഷയെ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണവ. നോക്കി, ബാലവേല നിരോധന നിയമം 1986. ബാലവേല നിരോധന നിയമം 1986. നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് ബാലവേലയാണ്. അപ്പോൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് ബാലവേലയാണ്. 2016 ഭേദഗതി പ്രകാരം 14-നും 18-നും ഇടയിലുള്ള കൗമാരപ്രായക്കാർക്കും ബാലവേലയിൽ ഇന്ന് സംരക്ഷണം നൽകുന്നു. 2016 ഭേദഗതി പ്രകാരം 14-നും 18-നും ഇടയിലുള്ള കൗമാരപ്രായർക്കും ബാലവേലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ്? 2009. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. നിയമം അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. നിയമം അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. പഠനത്തിന് ആവശ്യമായ ചെലവ് വഹിക്കാൻ കുട്ടിക്ക് ബാധ്യതയില്ല. നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നത് സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂൾ അധികൃതർ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. നോക്കി, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അതിൽ ബാലനീതി നിയമം നമുക്ക് നോക്കാം. 2015 ബാലനീതി നിയമം. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. എന്നാണ് 2015. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന
ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ്? നവംബർ 20. ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ്? നവംബർ 20. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം, ജൂൺ 12. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് ചോദിക്കും. അടുത്തത്, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ സംസ്ഥാന തലങ്ങളിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകൾ ഉണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ സംസ്ഥാന തലങ്ങളിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുണ്ട്. അടുത്തത്, പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. എന്താണ് നമുക്ക് നോക്കാം. ലിംഗപദവി വ്യത്യാസമില്ലാതെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലിംഗപദവി വ്യത്യാസമില്ലാതെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമം. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ്? 2012 നവംബർ 14. 2012 നവംബർ 14. ഈ നവംബർ 14 ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012 നവംബർ 14. അതിൻ്റെ ഉദ്ദേശ്യങ്ങൾ: കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളെ അശ്ലീല പുസ്തകങ്ങൾ കാണിക്കൽ, അവരെ ഉപയോഗിച്ചുള്ള ചിത്രമെടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പോക്സോ ആക്ടിൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളെ അശ്ലീല പുസ്തകങ്ങൾ കാണിക്കൽ, അവരെ ഉപയോഗിച്ചുള്ള ചിത്രമെടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. അടുത്തത്, ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. ഈ കുറ്റകൃത്യങ്ങളെ ബന്ധപ്പെട്ട അന്വേഷണ വിചാരണ നടപടികളിൽ ബാലസൗഹൃദ സമീപനം ഉറപ്പുവരുത്തുക. ഈ കുറ്റകൃത്യങ്ങളെ ബന്ധപ്പെട്ട അന്വേഷണ വിചാരണ നടപടികളിൽ ബാലസൗഹൃദ സമീപനം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് പോക്സോ ആക്ടിൻ്റെ ഉദ്ദേശ്യങ്ങൾ. ഇനി നമുക്ക് ഒരു ക്വിക്ക് ഇൻഫോ കാണാം. ഓക്കെ, ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ആരാണ്? ജീറോ ബില്ലി മോറി. ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ജീറോ ബില്ലി മോറി എന്നാണ്. 1996 എവിടെയാണ്? ബോംബെയിൽ. 1996 ബോംബെയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ജീറോ ബില്ലി മോറി. 1996 ബോംബെയിൽ. ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനം ഇന്ത്യ ഗവൺമെൻറ് രാജ്യവ്യാപകമാക്കിയത് എന്നാണ്? 1998-99 കാലയളവിലാണ്. ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനം ഇന്ത്യ ഗവൺമെൻറ് രാജ്യവ്യാപകമാക്കിയത് 1998-99 കാലയളവിലാണ്. അടുത്തത്, നിയമവാഴ്ച. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ നിയമവാഴ്ചയിലാണ് അല്ലേ? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്തിലാണ്? നിയമവാഴ്ചയിലാണ്. നിയമത്തിന് മുൻപിൽ എല്ലാ പൗരരും തുല്യരാണ്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 14. നിയമത്തിന് മുൻപിൽ എല്ലാ പൗരരും തുല്യരാണ്, ആർട്ടിക്കിൾ 14. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്, റൂൾ ഓഫ് ലോ. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്.
നിയമവാഴ്ച ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. നിയമവാഴ്ച ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. നിയമവാഴ്ച ബ്രിട്ടൻ. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ തരം കോടതികൾ നോക്കിയേ. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ. അപ്പം ഏറ്റവും ഹയസ്റ്റിൽ സുപ്രീം കോടതിയാണ്, സെക്കൻഡ് ഹയസ്റ്റ് ഹൈക്കോടതി, തേർഡിൽ ജില്ലാ കോടതി, അവസാനം കീഴ്ക്കോടതികൾ. നോക്കി, സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ്. ഏത്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ തലവൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയുടെ തലവൻ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പം സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 28. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളിലെ മുഖ്യ ചുമതല. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യമായ ചുമതല. അടുത്തത് കേരള ഹൈക്കോടതി. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കും. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ഹൈക്കോടതിയുടെ തലവൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതിയുടെ തലവൻ ചീഫ് ജസ്റ്റിസ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. അദ്ദേഹം 40ാമത് ചീഫ് ജസ്റ്റിസ് ആണ്, ജസ്റ്റിസ് സൗമൻ സെൻ. ഒരു ക്വിക്ക് ഇൻഫർമേഷൻ ആണ്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണ്? അലഹബാദ് ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി എവിടെയാണ്? സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി, സിക്കിം. അടുത്തത് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മുൻസിഫ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. സിവിൽ കേസുകൾ മുൻസിഫ് കോടതി, ക്രിമിനൽ കേസുകൾ മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. സിവിൽ കേസുകൾ മുൻസിഫ് കോടതി, ക്രിമിനൽ കേസുകൾ മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ പഠിച്ചു പോകണം, നമുക്ക് സമയം തീരെ കുറവാണ്. LGS പ്രിലിംസും മെയിൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പഠിക്കണം. നന്നായിട്ട് എല്ലാവരും പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് അന്നന്ന് തന്നെ പഠിക്കാൻ നോക്കണം. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ചാനൽ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.